വനിതാ സംവരണ ഭേദഗതി ബില്ലിന്റെ മറവിൽ മണ്ഡല പുനർനിർണയം നടപ്പിലാക്കുന്നതിലൂടെ മോദി സർക്കാർ ലക്ഷ്യം വെച്ചത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ്. എന്നാൽ ഈ പദ്ധതി പാളിയതോടെ പ്രതിപക്ഷം വനിതകൾക്ക് എതിരാണെന്ന വാദമുയർത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് BJP ഇപ്പോൾ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ വനിതകൾക്ക് സംസ്ഥാന നിയമസഭയിലും ലോക്സഭയിലും 33% സംവരണം അനുവദിക്കണമെന്ന ബിൽ 2023 തന്നെ പാസ്സായതാണ്. എന്നിട്ടും വനിതാ സംവരണത്തിന്റെ മറവിൽ സമഗ്രാധിപത്യത്തിനുള്ള നീക്കമാണ് BJP നടത്തിയത്. ജനാധിപത്യത്തെയും ഫെഡറൽ സംവിധാനത്തെയും ദുർബലപ്പെടുത്തുന്നതിനുള്ള ഉപകരണമായി മണ്ഡല പുനർനിർണയത്തെ ഉപയോഗിക്കാനാണ് അവർ ശ്രമിച്ചത്. ഭരണഘടനാ ഭേദഗതി ബിൽ പാസ്സായിരുന്നുവെങ്കിൽ UP-യിലെ സീറ്റുകൾ 80-ൽ നിന്ന് 143-ലേക്കും ബീഹാറിലേത് 40-ൽ നിന്ന് 73-മായി വർദ്ധിക്കും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സീറ്റ് വൻതോതിൽ വർദ്ധിപ്പിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ അടിച്ചമർത്താനുള്ള ഈ നീക്കത്തിനെതിരെ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നിന്നു. മണ്ഡല പുനർനിർണയം നടത്തുമ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം നഷ്ടപ്പെടില്ലെന്ന് പ്രധാനമന്ത്രിയും അമിത്ഷായും ഒക്കെ പറയുമ്പോഴും ഇത് ഉറപ്പാക്കാൻ ആവശ്യമായ യാതൊരുവിധ വ്യക്തമായ വ്യവസ്ഥകളും ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ് വസ്തുത. അതായത് ലോക്സഭയിലെ സീറ്റുകളുടെ എണ്ണം നിലവിലുള്ള 543-ൽ നിന്ന് ഏകദേശം 850-ആയി ഉയർത്താനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ ജമ്മു കശ്മീരിലും അസമിലും ചെയ്തതുപോലെ മണ്ഡലങ്ങളിൽ വലിയ തോതിലുള്ള അട്ടിമറികൾ നടത്തി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനാണ് BJP ശ്രമം. അതല്ലാത്ത പക്ഷം മണ്ഡല പുനർനിർണയത്തിനായി കാത്തു നിൽക്കാതെ നിലവിലെ സഭകളുടെ അംഗബലത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ 33% വനിതാ സംവരണം ഉടനടി നടപ്പിലാക്കുകയാണ് കേന്ദ്രം ചെയ്യേണ്ടത്. സ്ത്രീകൾക്കൊപ്പമാണ് തങ്ങളെന്ന പ്രതീതി ഉണ്ടാക്കി കേരളം അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം കുറയ്ക്കാനും BJPക്ക് ആധിപത്യമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണം കൂട്ടാനുമുള്ള ശ്രമമായിരുന്നു ഭരണഘടനാ ഭേദഗതിയിലൂടെ ലക്ഷ്യമിട്ടത്. സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം നിഷേധിക്കുകയും സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവർന്നെടുക്കുകയും ചെയ്യുന്നത് യാദൃച്ഛികമല്ല. അത് സംഘപരിവാറിന്റെ പ്രത്യയശാസ്ത്രം അടിച്ചേൽപ്പിക്കുന്നതിന്റെ തുടർച്ചയാണ്.